ആ സുഹൃത്തുക്കളെ, നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഇറാന്റെ ആയിട്ടുള്ള ഈ ഒരു ബർത്തിയാട്ട് വെച്ച് അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ പല ലോകരാജ്യങ്ങളും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ മുമ്പോട്ട് വരുന്ന ഒരു സാഹചര്യങ്ങളെ ഏത് രാജ്യങ്ങൾ പറഞ്ഞാലും കേൾക്കാത്തായിട്ടുള്ള റിബലിസ്റ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഇന്ന് ഇറാന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അതുപോലെ ബുധനും ജൂപ്പിറ്ററും ഒക്കെ ഉള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത് വേണം. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്യാരക്ടറെ, ചിലപ്പം സ്ട്രോങ് ആയിട്ടുള്ള ഡെസിഷൻ മേക്കിംഗ് എടുക്കാതെ ഒരു പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ബുധൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂഡ് പ്ലാനറ്റ് ആണ്. ചിലപ്പം അങ്ങോട്ടും ചെയ്യാം ഇങ്ങോട്ടുമുള്ള രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ടുള്ള പല രീതിയിലുള്ള ചേഞ്ച് കൊണ്ട് ആ സാഹചര്യങ്ങളെല്ലാം മാറി പല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇറാന് കഴിയുക. അതുപോലെ ഇറാന് ലോകരാജ്യങ്ങൾക്കുടെ മേൽക്കൈ നേടാൻ പറ്റുക എന്നുള്ള പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഈ ഒരു സമയത്ത്, കാരണം ഈ ഇത്രയും വലിയ അമേരിക്ക വെല്ലുവിളിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രയേലുമായിട്ടുള്ള വാറ് കാര്യങ്ങളുണ്ടായാലും കുറച്ച് നാശനഷ്ടങ്ങൾ വന്നാലും കാര്യങ്ങൾ തിരുത്താതെ ലോകത്തിലെ ഒരു രാജ്യത്തിന്റെ മുമ്പിലും പതറാതെ നിൽക്കുക എന്ന് പറയുന്ന അത്ര സിമ്പിൾ അല്ല. ഈ 2043 ഇറാൻ വലിയൊരു സമ്പന്നമായിട്ടുള്ള രീതിയിലൊക്കെ ന്യൂക്ലിയർ വെപ്പൺസും മറ്റ് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഉള്ള അതിലെത്തും എന്നുള്ള 100%. ഈ ഒരു വാറിൽ ഇറാന് മേൽക്കൈ നേടുമെന്നുള്ള 100%. അമേരിക്കയുടെ നാണം കെട്ടു പോകുമെന്നുള്ള ഒരു സത്യം കൂടെ മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഒരു ശക്തിയുടെ മുമ്പിൽ കീഴടങ്ങാത്തായിട്ടുള്ള ഒരു പവർ ഇന്നിപ്പം ഇറാൻ ആർജിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ 248 വർഷത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു ഈ പ്ലൂട്ടോ വന്നിട്ടൊരു കോമ്പിനേഷനിൽ വന്നു. അതിന്റെ ഓരോ കാര്യങ്ങൾ സഹിതം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നെപ്റ്റ്യൂണും ശുക്രനും കൂടെ പാസ് ചെയ്യുന്നുണ്ട്. നെപ്റ്റ്യൂണ് ശുക്രന്റെ മേളിൽ പാസ് ചെയ്യുന്നു, കൂടാതെ ശുക്രന്റെ മേളിൽ പാസ് ചെയ്യുന്നു. നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞ പ്ലാനറ്റ് പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയുടെ പ്ലാനറ്റ് ആണ്. ഇതിലെ പല രാജ്യങ്ങളും ഇറാന്റെ മേളിലോട്ട് കളക്റ്റീവ് കോൺഷ്യസ്നെസ് പല രീതിയിൽ വർക്ക് ചെയ്യാനും ഇറാൻ അതിൽ നിന്ന് മേൽക്കൈ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്കിവിടെ പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു ഗ്രഹം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ പ്ലൂട്ടോ കണക്ട് ചെയ്തിരിക്കുന്നത് നേരെ കണക്ട് ചെയ്താണ് ശനിയാണ്. ശനിയുടെ മേളിൽ പ്ലൂട്ടോ കണക്ട് ചെയ്തേക്കുക. അതേപോലെ കേതുവിന്റെ മേളിൽ പ്ലൂട്ടോ കണക്ട് ചെയ്യുക. അതേമാതിരി ജൂപ്പിറ്ററിന്റെ മേളിൽ കണക്ട് ചെയ്തേക്കുക. അതുപോലെ ചന്ദ്രന്റെ മേളിൽ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കണക്ടിവിറ്റിയാണ്. അപ്പൊ ഈ പ്ലൂട്ടോയുടെ ആയിട്ടുള്ള ഒരു ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്ലൂട്ടോയുടെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു റീബർത്തിന്റെ എനർജിയാണ്, പവറാണ്. അതുപോലെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ആക്ഷന്, ഒരു സ്ലോ മൂവിംഗ് ആയിട്ടുള്ള എന്നാൽ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്ന മാതിരി ഇപ്പം ഇറാന്റെ കാര്യം പറഞ്ഞാൽ 100% പല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ നടന്നിരിക്കും. അതായത് ഉയർത്തിനിക്കുക. അത് ഒരു മേജർ ചേഞ്ചിനെയാണ് ഇന്ന് ഇറാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ അമേരിക്കയെ തോൽക്കുകയും ഇറാന് മേൽക്കൈ എത്തേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അതിന്റെ ഓരോ പ്ലാനറ്ററി പൊസിഷൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കിക്കേ ഈ പ്ലൂട്ടോ നേരെ കണക്ട് ആകുന്ന ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവഗ്രഹമാണ്. അതായത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ബേസ് ആണ്. അതായത് അതിന്റെ ജീവഗ്രഹം. അതിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പം ആ ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഗ്രഹം നിന്ന പൊസിഷന്റെ മേളിൽ പ്ലൂട്ടോ എന്ന് പറയുന്ന ഗ്രഹം പോയി നിൽക്കുന്നു. അപ്പം ആ പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല അപ്പൊ ഈ പ്ലൂട്ടോട് ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്ലൂട്ടോ കണക്ട് ചെയ്തേക്കുന്നത് രാഹുവുമായിട്ടാണ്. അതായത് ഓയില് അല്ലെങ്കിൽ കെമിക്കൽ ഇൻഡസ്ട്രി, ഇതുപോലെ ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെ പ്രൊഡക്ഷന്. അപ്പൊ അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ രാഹുവും പ്ലൂട്ടോയുമായിട്ടുള്ള സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ശനി ഇവിടെ നിൽക്കുന്നു. ശനി എന്ന് പറഞ്ഞാൽ ഒരു മേജർ ആയിട്ടുള്ള ചേഞ്ചാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. റിട്രോഗ്രേഷനിൽ ശനി നിൽക്കുന്നു. ഇവിടെ ആ ചാർട്ട് ഒന്നുകൂടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കേതു ഓപ്പോസിറ്റ് സൈഡിലെ കേതുവിന്റെ, അതായത് നേരെ ഓപ്പോസിറ്റ് ഒന്ന് കേതുവുമായിട്ടും കണക്ട് ആക്കി. അപ്പം കണക്ട് ആയെന്ന് പറഞ്ഞാൽ അവിടെ രാഷ്ട്രതന്ത്രജ്ഞത അല്ലെന്നൊരു അവിടുത്തെ ഒരു ആത്മീയ നേതാവ് ഉയർന്നിന്നിച്ചു. ആ ആളിന് സംസാരിക്കാനും എടുക്കാനും ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനും കഴിവുള്ളതായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻ ഇവിടെ വന്നു. ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊക്കെ ഉള്ള മിലിറ്ററി എന്നൊക്കെ വളരെ കുറവാണ്. പ്രത്യേകിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 25 ഇയേഴ്സ് മുമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദുബൈയൊക്കെ UAE ഒക്കെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വെറും 4000 മിലിറ്ററിക്കാരെ ഉള്ളായിരുന്നു. അന്ന് ഇന്ത്യക്കെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പോലും
8 to 12 ലാക്കായിട്ടുള്ള രീതിയിലുള്ള മിലിറ്ററി സംരംഭങ്ങളും കാര്യങ്ങളും ആ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സമയത്താണ്. അന്ന് ദുബൈയിൽ നിന്നൊക്കെ പല ആൾക്കാരും ഇന്ത്യയിലൊക്കെ വന്നിട്ടാണ് ഈ ഒരു രീതിയിലൊക്കെ ട്രെയിനിങ് ഒക്കെ നേടിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്ന് വരില്ല, ഇങ്ങനെയുള്ള പല മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ അസ്ഥിരമാക്കാനുള്ള രീതിയിൽ അവിടെ US-ന്റെ ഇടപെടൽ, മേൽക്കോയ്മ. അപ്പൊ ഈ മേൽക്കോയ്മ വന്നിട്ട് എല്ലാ രാജ്യത്തോടും പറയാം, മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഇവിടെ ബേസ് ചെയ്യുക, അവിടെ അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് ബേസ് ചെയ്യുക, ആ ബേസ് വാങ്ങിക്കൂ, ഇനി നിങ്ങൾക്ക് മിലിറ്ററിയുടെ ആവശ്യമില്ല, ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇറാൻ അറിയാം. ഇറാന്റെ ആയിട്ടുള്ള ലീഡർഷിപ്പ് ഈ ഒരു സംരംഭങ്ങൾ ഇനിയല്ല ഇറാനെ ഒരുപാട് US അറ്റാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 100% ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇറാൻ കംപ്ലീറ്റ് ജനവാസ കേന്ദ്രങ്ങൾ, മിഡിൽ ഈസ്റ്റിലുള്ള പല ജനവാസ കേന്ദ്രങ്ങളെ, വാട്ടർ ടാങ്കുകളെ, അല്ലെ ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള. കാരണം ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും ഛിന്ന ഭിന്നമാകാൻ, നാശത്തിന്റെ വക്കിലോട്ട് പോകാനൊക്കെ ഉള്ള ഒരു സാധ്യതയാണ് ഈ ഒരു ഇറാന്റെ ആയിട്ടുള്ള ഒരു വാറ് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ. ഡൊണാൾഡ് ട്രംപിന്റെ ഓലപ്പാമ്പ് കളി ഇപ്പോൾ നടക്കത്തില്ല. കാരണം ഈ രാജ്യങ്ങളോടെല്ലാം പ്രൊട്ടക്ട് ചെയ്തോളാം, നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്താലും, അതായത് ഈ രാജ്യങ്ങൾ സ്വന്തമായിട്ട് മിലിറ്ററി കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നൊരു ഇതിന്റെ പകുതി പൈസ പോലും ചെലവാക്കാത്തിടത്താണ് അതിന്റെ ഇരട്ടി, 2 ഇരട്ടി, 3 ഇരട്ടി രീതിയിലുള്ള പൈസ കൊടുത്തിട്ട് ഈ അമേരിക്കയുടെ വരുതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളെല്ലാം ഈ അമേരിക്കയെ തള്ളി പറയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇനിയും വരുന്നത്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഈ റഷ്യയുമായിട്ടൊക്കെ ഉള്ള ഒരു വാറിന്റെ സമയത്ത് ഒരുപാട് ഫൈനാൻഷ്യലി ഉള്ള പല അവരുടെ ഇവിടുന്ന് റഷ്യയുടെ പല ട്രാൻസാക്ഷൻസ് ഒക്കെ ഇല്ലീഗലാക്കുക, അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള മണി. അപ്പൊ എന്തോ ഒരു IMF ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം സ്വന്തമായിട്ട് പോക്കറ്റ് വെക്കുക, അല്ലെങ്കിൽ അമേരിക്കയുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലതായിട്ടുള്ള ഒരു സാഹചര്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കറൻസി അടിച്ചിറക്കുക, അല്ലെങ്കിൽ അങ്ങനെ ലോകത്തിൽ ഒരു രാജ്യമില്ല സെക്യൂരിറ്റി മെഷേഴ്സിനെ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഡിപ്പോസിറ്റ് കൊടുക്കാതെ ചെയ്യുക. ബാക്കി എല്ലാ രാജ്യങ്ങളും അവരുടെ രാജ്യത്തിന്റെ റിസർവ് ആയിട്ടുള്ള മണിയെ ഗോൾഡായിട്ട് കണ്ടിരിക്കുമ്പോൾ ഈ അമേരിക്ക എന്ന് പറയുന്ന ഒരൊറ്റ കൺട്രി മാത്രം ആ ഒരു സ്പെഷ്യൽ ഒരു ഓയിലിന്റെ ആ ഒരു രീതിയിൽ വെച്ച് കൺവേർട്ട് ചെയ്ത് ഒരു ഒത്ര കുറച്ച് ലാൻഡ് ഇങ്ങനെ കാണിച്ചു ഞങ്ങൾക്ക് ഇത്ര ഓയിലുണ്ട്, ഇത്ര റിസർവ് ആയിട്ടുള്ള ഓയിലുണ്ട്, അതിനെ അതുകൊണ്ട് ഒരു ഇതാക്കിയിട്ട് അങ്ങനെയുള്ള ഗോൾഡിന്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കാണിക്കാതെ ഓവർ ബഡ്ജറ്റിൽ അല്ലെന്നൊരു പല രാജ്യങ്ങളെ അമേരിക്കയുടെ വരുതിയിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇന്നിപ്പോ ലോകരാജ്യങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന, ഈവൻ സൗദി അറേബ്യ, പല രാജ്യങ്ങളും അവരുടെ ആയിട്ടുള്ള സ്വന്തം കറൻസിയിൽ ട്രേഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു സാഹചര്യം വന്നു. അപ്പൊ ഇനിയും 100% ഈ അമേരിക്കയുടെ ഒക്കെ ഡോളറിന്റെ വാല്യൂ ഒക്കെ ഒരുപാട് താഴോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കൂടെ മുൻകൂട്ടി പറയുവാണ്. ഇനിയും നമുക്ക് വേണമെന്നൊരു അമേരിക്കയുടെ നിങ്ങൾ കമന്റ് ചെയ്യുക, അമേരിക്കയുടെ ആയിട്ടുള്ള ഇങ്ങനെയുള്ള സാഹചര്യം വെച്ചിട്ട് വേണമെന്നൊരു നമുക്ക് ഈവൻ ഡൊണാൾഡ് ട്രംപിന്റെ വേണമെങ്കിലും നമുക്ക് വൃത്തിയായിട്ട് അനലൈസ് ചെയ്യാം. ഒന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ഇത്രയും ഒരു കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പല രീതിയിൽ സിജറോയുടെ പല അല്ലെങ്കിൽ ഒത്തിരി പല വീഡിയോകൾ നമ്മുടെ ഇത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയി കാണാം. അങ്ങനെ അവർക്ക് എപ്പോൾ വണ്ടി വാങ്ങിക്കാൻ പറ്റും, വീട് വാങ്ങിക്കാൻ പറ്റും, അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തിയെ പറ്റിയും എല്ലാ കാര്യങ്ങളും, അല്ല ചൈൽഡ് ബർത്ത്, IVF ഉണ്ടാവും, കുട്ടികൾ മിസ്കാരേജ് വരുമോ, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവും ഇല്ലയോ, അഡോപ്ഷൻ ആണെന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ പറ്റിയും ഓരോന്നും ഉണ്ടാകാൻ, അല്ലെ എപ്പം പ്രഗ്നന്റ് ആകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖമുണ്ടോ, മെഡിക്കൽ അസ്ട്രോളജിയിലുള്ള ഓരോ കാര്യങ്ങളും ഓരോ അസുഖത്തെ പറ്റിയും പറയാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സയൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഇപ്പോഴ് ഈ അടുത്ത വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഫൈനാൻഷ്യലായിട്ടുള്ള പല പ്രശ്നങ്ങൾ വരുന്നത് കൂടാതെ ഒരു പുതിയ വൈറസ് 2027 ഏകദേശം ഓഗസ്റ്റോടുകൂടി വരുന്നതായിട്ട് വീഡിയോ ചെയ്ത് അതിനകത്ത് വിത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഡേറ്റ് ഉൾപ്പെടെ ഉണ്ട്. അപ്പം ഇതെല്ലാം ഒരു പ്ലാനറ്ററി അലൈൻമെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഞാനൊരു മാന്ത്രികനല്ല, ഇതൊരു സയൻസ് ആണ്. അപ്പോ അസ്ട്രോളജിയുടെ ആയിട്ടുള്ള ആ ഒരു സബ്ജക്റ്റിന്റെ ആയിട്ടുള്ള ആഴം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഞാനൊക്കെ ഈ പറയുന്ന ബൃഹനാടി ഇങ്ങനെയൊക്കെ ഉള്ള പലതെല്ലാം ഈ ഒരു സയൻസ് ഒക്കെ 10,000 കൂടുതൽ വർഷം പഴക്കമുള്ള. അപ്പൊ അതിനകത്ത് ഓരോ സയൻസിന്റെ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടുള്ളതും മാത്രമല്ല ഈ ഇവിടുത്തെ വേദിക് അസ്ട്രോളജിയുടെ ലിമിറ്റേഷൻസ് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടുമാണ് ഞാൻ പല കാര്യങ്ങളും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ പറയാനും വ്യക്തമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ഞാനൊക്കെ UAE ചെല്ലുന്ന സമയത്ത് ഒരു പ്രൊഫഷണലിസ്റ്റ് ഒന്നുമില്ല,
ഒരു 25-30 വർഷത്തിന് മുമ്പ് താൽട്രഫിക് പോകാനോ നമ്മൾ രാവിലെ പോയിട്ട് വിസ അടിക്കാനായിട്ട് 4 മണിക്ക് പോകും. 4 മണിക്ക് പോയിട്ട് അവിടെ നിന്ന് വന്നിട്ട് ഒരു വിസ അടിക്കാതെ നമ്മൾ തിരിച്ചു വിടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അല്ലെന്നിരി ഇവിടുത്തെ ഒരു നല്ലതായിട്ടുള്ള ഒരു പ്രൊഫഷണലിസം ഇല്ലായിരുന്നു, പ്രത്യേകിച്ച് യു എ സംബന്ധിച്ച് പറഞ്ഞാൽ. അപ്പൊ ഷെയ്ഖ് സായിദ് ഒരു ലീഡറായിട്ട് വന്നിട്ട് ആദ്യം റോഡ് അല്ലെന്നിരി പാലങ്ങള്, ട്രാൻസ്പോർട്ടേഷന്, ഇങ്ങനൊക്കെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള വെള്ളം, അങ്ങനെയൊക്കെ ഉള്ള ഒരു 3 കാര്യങ്ങളാണ് ആദ്യം ചെയ്തത്. ആ ഒരു കാര്യം രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് ഒരുപാട് സംഭാവന ചെയ്തു. അതിന്റെ ഫോളോ ചെയ്തിട്ട് ബാക്കി പെൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് ചെയ്തു തീർക്കുമായിരുന്നു. പണ്ടൊരു സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 വർഷം അല്ലെ 25 വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് കോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ജഡ്ജ് കാണത്തില്ല. അതുപോലെ പല രീതിയിലുള്ള ഓരോ പോർട്ടിലൊക്കെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ പോർട്ടിലെ മെയിൻ ആയിട്ടുള്ള ആള് കാണത്തില്ല. അങ്ങനെയൊക്കെയുള്ള പല സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഡയറക്റ്റ് ആയിട്ട് കോർട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ പോയിട്ട് മിന്നൽ പരിശോധന നടത്തുക, അല്ലെങ്കിൽ ആൾക്കാർ വരുന്നത് നോക്കി ആ ഒരു രീതി ചെയ്യുക, അവരെ ഡിസ്മിസ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായി. അതുപോലെ ഓരോ ആൾക്കാരുടെ ഒപ്പീനിയൻ എഴുതിയെടുക്കാൻ, അല്ലെങ്കിൽ കസ്റ്റമറെ സേർവ് ചെയ്യേണ്ട ആവശ്യം, അല്ലെങ്കിൽ ഇവൻ പണ്ട് എത്തിസലാത്തിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു പ്രയോറിറ്റി കിട്ടത്തില്ലായിരുന്നു. അപ്പൊ ഒരാൾ നോക്കാനില്ലായിരുന്നു. ഇന്ന് ആ ഒരു പ്രൊഫഷണലിസം എല്ലാം വന്നു. അതെല്ലാം ഈ ഷെയ്ഖ് മുഹമ്മദ് എന്നുള്ള ഒരൊറ്റ വ്യക്തിയുടെ ലീഡർഷിപ്പിന്റെ ആയിട്ടുള്ള ഗുണമാണ്. അതുപോലെ രാജ്യത്തെ പല രീതിയിലുള്ള ഉയർത്താൻ പറ്റി അല്ല ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പെട്രോളിയം അല്ലാതെ ഇവിടെ വ്യവസായങ്ങൾ വേണം, ഇൻഡസ്ട്രി വേണം എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയിട്ട് ഒരുപാട് വ്യവസായങ്ങൾ കൊണ്ടുവരാൻ മുൻകൈയെടുക്കുക. അതുപോലെ ഈ വരുന്ന ആൾക്കാർക്കൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആയിരക്കണക്കിന് അല്ലെ 10,000 എന്ന് പറയേണ്ടി വരും, അത്ര ആയിരക്കണക്കിന് 5 സ്റ്റാർ ഹോട്ടൽ അല്ലെ റിലേറ്റഡ് ആയിട്ടുള്ള 7 സ്റ്റാർ ആ ഒരു രീതിയിലുള്ള ഫെസിലിറ്റി അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ ബാർ, ഡാൻസ്, അതുപോലെ ഈവൻ തൗസൻഡ്സ് ഓഫ് മസാജ് സെന്റർ, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ രാജ്യത്തിന്റെ ഗ്രോത്തും എല്ലാം കൊണ്ടുവന്നു. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ എല്ലാം പുട്ടാൻ എൻഡെന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള സാധ്യതയെല്ലാം അവസാനിക്കാൻ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ലോകത്തിലെ ഏറ്റവും ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടി വളരെ നല്ലതായിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു ഈ പറയുന്ന ദുബായ് എന്ന് പറഞ്ഞാൽ. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണേലും ഇന്നിപ്പം ഒരുപാട് ഹോട്ടൽ ഇൻഡസ്ട്രി അങ്ങനെ പല രീതിയിൽ വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാർക്ക് ജോലി പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ, അതേമാതിരി ഒരുപാട് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പല ഹോട്ടൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ പറഞ്ഞ ടൂറിസ്റ്റ് പാസഞ്ചേഴ്സിന്റെ ഷോർട്ടേജ്, അങ്ങനെയുള്ള അപ്പോൾ അങ്ങനെ ഒരു ടാക്സി, അങ്ങനെയുള്ള പല രീതിയിലുള്ള ഒരുപാട് സെക്ടറിലേക്കുള്ള നഷ്ടങ്ങളെ, രാജ്യത്തിന് ഒരുപാട് നഷ്ടങ്ങളെ, അല്ലെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യേണ്ട സംഭവങ്ങൾ. ഇപ്പൊ ഈ ഒരു വാർ തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം 537 ബാലിസ്റ്റിക് മിസൈല്, അതുപോലെ 26 ക്രൂസ് മിസൈല്, 2256 ഡ്രോൺസ്, അങ്ങനെ പല രീതിയിലുള്ള ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം യു എക്കെതിരായിട്ടുണ്ടായി. ഒരുപാട് കാര്യങ്ങൾ തടഞ്ഞു. പക്ഷെ അതിൻ്റെ ആയിട്ടുള്ള അവശിഷ്ടങ്ങളെ ഒക്കെ വീണിട്ട് 13 പേരോളം പല സമയത്തായിട്ട് മരിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ. അങ്ങനെ പല രീതിയിലുള്ള ഈ ഒരു പ്രശ്നത്തിൽ കൂടാണ് ഇന്ന് യു എ കടന്നു പോകുന്നത്. അതെല്ലാം ഏറ്റവും കൂടുതൽ മലയാളികളായിട്ടുള്ള അല്ലെ ഇന്ത്യൻസിനെയാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ ആയിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയെയും അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള വരാനിരിക്കുന്ന സമയത്തിൽ അഫക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സാധ്യതയും കൂടെ കൂടുതലുണ്ട്. അതുപോലെ പല സ്കൂളുകളൊക്കെ അടഞ്ഞു കിടക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ, രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ ആയിരക്കണക്കിന് ആൾക്കാരെ തടവിലാക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ, ചില വാട്സപ്പ് അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് ഈ ഒരു കൺട്രി ഫേസ് ചെയ്യുന്നത്. അപ്പം പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രിയുടെ ഒക്കെ മുമ്പിൽ യു എയുടെ ആയിട്ടുള്ള പ്രതിച്ഛായക്ക് കളങ്കം വരത്തക്ക സാഹചര്യങ്ങൾ, അങ്ങനെ പല സാഹചര്യങ്ങളാണ് ഇന്നിപ്പം നിലവിലുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ദുബൈയുടെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷങ്ങളെ പോകാനൊടുക്കാനുള്ള സാഹചര്യങ്ങളെ അങ്ങനെയൊക്കെയുള്ള ഈ ഒരു അമേരിക്ക തന്നെയുള്ള ഒരു കാരണം കൊണ്ട് ഇപ്പം വന്നെന്നുള്ളതാണ്. അപ്പൊ ഈ അമേരിക്ക തന്നെ ഇതിപ്പോ തിരിച്ചെടുക്കേണ്ടതായിട്ടുള്ളതും അല്ലെ തിരുത്തി പറയേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ മോർ ഓവർ അസ്ട്രോളജിക്കൽ എവിഡൻസിന്റെ ബേസിൽ ഞാൻ സംസാരിച്ചു. അതുകൂടാതെ പ്രസന്റ് സിറ്റുവേഷനിൽ സംഭവിക്കാൻ പോകുന്നതും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പോസിബിലിറ്റി കൂടെ നമുക്ക് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ബാക്കിയുള്ള നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് ഒരു കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള താല്പര്യമുള്ള ആൾക്കാർ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ മന്ത്ലി പ്രൊഡിക്ഷന് ഈ ഓരോ കാര്യങ്ങളും നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ പാമിസ്ട്രി, ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇനിയും ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എപ്പിസോഡ് വന്നുകൊണ്ടിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.